ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയും കടുമൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. പൂജിനും കണ്ണൻകുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഷാൻചേട്ടൻ ഇവിടെ ഉണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അടുക്ക് പോകണം. മാറാല തട്ടണം. ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ആവാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ കുറച്ചായി മാറാലയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് ഞാൻ അങ്ങനെ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണണമെന്നൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും മേലൊക്കെ ഇങ്ങനെ വല പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം, തുടയ്ക്കണം. ഷാൻചേട്ടൻ പോയിട്ട് തുടയ്ക്കണം. അപ്പോൾ കുളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. ഇന്ന് പൂജിറ്റിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആള് ഉച്ചയ്ക്ക് വരും. പൂജിറ്റും കണ്ണൻകുട്ടിയും കൂടെ ഉച്ചയ്ക്ക് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഞ്ഞൊരു ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുഞ്ഞൊരു ഇത് അത്രയേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും അവൾക്ക് സന്തോഷമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നും ചെയ്യാനുള്ള ബഡ്ജറ്റ് നമുക്ക് ഇപ്പോൾ ഇല്ല. മന്തിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ മന്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസം അവസാനമായി അടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഒക്കെ നമ്മളിവിടെ കഴിക്കാറുണ്ട് കേട്ടോ. പിറന്നാളാണ് കാര്യമായിട്ട് കഴിക്കാറ്. ഇലയത്ത് നമ്മൾ സദ്യയൊക്കെ വിളമ്പി വിളക്കൊക്കെ വെച്ച് അരിയും പൂവൊക്കെ ഇട്ടിട്ട്. പക്ഷേ ആ സമയത്ത് അവൾക്ക് അന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കല്യാണമായിരുന്നു. അപ്പോൾ അത് ഇപ്രാവശ്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് വലിയ നിർബന്ധം കേട്ടോ അതൊക്കെ. പിറന്നാൾ ആഘോഷിക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇലയത്ത് വിളമ്പുക, കാര്യം പൂവിടുക, അത് അമ്മയ്ക്ക് വലിയ നിർബന്ധമുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് ഇന്നിപ്പോൾ ഫുഡ് എന്തെങ്കിലും നോണം ഉണ്ടാക്കാം. ബർത്ത്ഡേ അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി വയ്ക്കാം. ബിരിയാണിയോ റൈസോ എന്താ അവൾ വന്നിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് വൈകുന്നേരത്തിന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് ഷാജേട്ടൻ പോയിട്ട് മാറാല തട്ടട്ടെ അതിൻ്റെ മുന്നേ. എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കയറ്റി ഷാജേട്ടന് പോയിട്ട് വേണം നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഉള്ളൊരു കുഞ്ഞ് ഗ്യാപ്പിൽ മാറാലൊക്കെ തട്ടിയിട്ടാൽ പിന്നെ ബാക്കി അടിച്ചോളി തുടക്കൽ വേഗം കഴിയുമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ പൂജിറ്റിയുടെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഇതൊരു വലിയൊരു പണിയാണ് കേട്ടോ. കണ്ടാൽ തോന്നുന്നത് ഇപ്പം എന്താ ഒരു മാറാല തട്ടാനല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ ഒരു റാക്കിൻ്റെ മേലെ ഒരുപാട് കുട്ടി കുട്ടി കവറുകൾ കൊടുന്നേക്കും കണ്ണൻകുട്ടിയും പൂജുട്ടിട്ടാ. ഇവരുടെ ഡ്രോയിങ്ങിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ട് കഷ്ണമോ അങ്ങനെ കടലാസ് കഷ്ണങ്ങളോ അവർക്ക് വേണ്ട എന്തെങ്കിലും പേപ്പറോ പെന്നും പെൻസിലും എല്ലാം ഉണ്ടാവും ഇതിൻ്റെ മേലെ. ഞാൻ ഒരു വിധമൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് അവിടെയൊക്കെ അടിച്ച് വാരി റെഡിയാക്കി. ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ടേ ഉള്ളൂ ചെയ്തിട്ട്. രണ്ടാമതും എല്ലാ റേക്കും ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതൊക്കെ അവിടുന്ന് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ താഴേക്ക് എടുത്തിടുക. ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊക്കെ താഴേക്ക് എടുത്തിട്ടിട്ട് അവിടെയൊക്കെ അടിച്ച് ഒരു ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മാറാല ഇവിടെ എപ്പോഴും മാറാല കിട്ടും കേട്ടോ. മാറാല എന്താ പറയുക, ഈ പല്ലിയാണ് ഇവിടെ കൂടുതലുള്ളത്. വലിയ വലിയ പല്ലിയൊക്കെ ആവും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുഞ്ഞതൊന്നുമല്ല. അപ്പോൾ ഈ ഒരു സംഭവം എപ്പോഴും ഉണ്ടാവും. എത്ര മാറാല തട്ടിയാലും ഞാൻ അടിച്ചു വരുമ്പോഴൊക്കെ ഇങ്ങനെ തട്ടിയിട്ടാണ് പോകും. എന്നാലും ഉണ്ടാവും. കാണാത്തോടത്തൊക്കെ ആയിട്ടും കാണുന്നിടത്തൊക്കെ ആയിട്ടും പെട്ടെന്ന് ചലന്തി വല കിട്ടും. അപ്പോൾ അതൊക്കെ എനിക്കാണെങ്കിൽ ഈ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് അന്ന് ഡോക്ടർ നമ്മൾ കാണിക്കാൻ പോയപ്പോൾ പറഞ്ഞു പൊടിയും കാര്യങ്ങളും ആവണ്ട എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഓർമ്മ, ഇനി അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു ഷോളൊക്കെ എടുത്തിട്ട് കെട്ടി. എന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ ആ കൊറോണ ഉള്ള സമയത്ത് കൂടെ ഞാൻ മാസ്ക് വയ്ക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് ശ്വാസം മുട്ടും. എനിക്ക് മാസ്ക് വയ്ക്കാൻ കുറച്ച് നേരമൊക്കെ മാസ്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെ മുടി കെട്ടാൻ വേണ്ടിയിട്ടോ. ബൈക്കിലൊക്കെ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മൾ വേർക്കുകയും ചൂടും ഒക്കെ കൂടെ ആവിയൊക്കെ കൂടെ ആകുമ്പോൾ ശ്വാസം മുട്ടും. അപ്പോൾ ആ പൊടിയുള്ള ഭാഗത്തു നിന്നൊക്കെ ഞാനതിങ്ങനെ കെട്ടിയിട്ട് എല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ. ജനലൊക്കെ നമ്മൾ അന്ന് തുടച്ചുകൊണ്ട് തന്നെ അവിടെ വലിയ അലമ്പൊന്നുമില്ല. എന്നാലും ഉള്ളതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഞാൻ ബെഡ് അവിടെ നിന്ന് മാറ്റി. എന്താ വെച്ചാൽ ഈ മാറാലയും പൊടിയൊക്കെ അതിനകത്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബെഡ് അപ്പുറത്തെ റൂമിൽ കൊണ്ടിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ബെഡൊക്കെ വലിച്ചിട്ടിട്ട് ഇന്നലെ ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാറാലൊക്കെ തട്ടി പൊടിയൊക്കെ തട്ടി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം നല്ലൊരു കാണുമ്പോൾ എന്ന് തോന്നും. പക്ഷെ ഇവിടെ കുറച്ച് ദിവസം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അലമ്പാവും. ഒന്നാമത് നമുക്ക് പെയിൻ്റ് ഒന്നും അടിക്കാത്തതുകൊണ്ട് തന്നെ എത്ര വൃത്തിയാക്കിയാലും നമുക്ക് വൃത്തിയായി എന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ കേട്ടോ. എന്നാലും നമ്മൾ ഈ മാറാലൊക്കെ കാണുമല്ലോ, എത്ര അലമ്പായി കിടക്കണ വീടാണെങ്കിൽ ഈ മാറാല കെട്ടി ഐശ്വര്യം പോകുന്നാണല്ലോ പറയുക. അതുകൊണ്ട് തന്നെ ഈ ഗ്രില്ലിലൊക്കെ എപ്പോഴും ഉണ്ടാവും മാറാല കേട്ടോ. തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് ബ്രഷ് കൊണ്ട് വെച്ച് തട്ടണം. അങ്ങനെയാണ് ആ ഗ്രില്ലിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എല്ലാ റൂമിലെയും മാറാല അപ്പം അടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. മാറാല തട്ടിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൈപ്പിനകത്ത് ഇങ്ങനെ നമ്മുടെ ഇതില്ലേ ഓലക്കൊടിയുടെ തലപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. നല്ല അടിപൊളിയായിട്ട് പോകും കേട്ടോ. ഒരൊറ്റ വിലയ്ക്ക് പോവും. മാറാല തട്ടീനേക്കാട്ടിലും സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അതൊക്കെ മാറാല തട്ടൽ എല്ലായിടത്തും കഴിഞ്ഞിട്ട് ഞാൻ റൂമൊക്കെ അടിച്ചു വാരുക. ഈ കിടക്കണ വേസ്റ്റോ സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടതാണോ വേണ്ടതല്ലേ എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിൻ്റെ മേലെ തന്നെ കയറ്റാൻ വേണ്ടി നോക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ അവിടെ നിന്ന് മാറ്റി. ഇതൊക്കെ വെട്ട് കഷ്ണങ്ങളാണ്. പൂജിറ്റി ടോപ്പ് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ വെട്ടി വെക്കണതൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരെണ്ണം എൻ്റെ ഉണ്ട്. വെട്ടി വെക്കും കാര്യമായിട്ട്. പിന്നെ മടി പിടിച്ചിട്ട് അത് അവിടെ തന്നെ വെക്കും, ഇല്ലെങ്കിൽ മറന്നു പോകും.
അപ്പോൾ അതൊക്കെ വേറൊരു ഭാഗത്ത് കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് കടലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചിലപ്പോൾ ഞാൻ കത്തിച്ച് കഴിഞ്ഞാൽ എന്തിനൊക്കെ ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട് അതൊക്കെ ഒരു കവറിലാക്കി വെച്ചു. ഇനി വേണമെങ്കിൽ വേണോ വേണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്ക് കത്തിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. ഇവർ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോഴത്തെ അവസ്ഥയാട്ടോ ഇവിടെ. ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് അടിപൊളിയാവും. വന്നിങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെയാണ് ആകെ കൂടെ ഉണ്ട് പരക്കണ കാണാം. ഇന്നലെയും കൂടെ പൂജിട്ട് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ അലമ്പായി. ഇവർ തന്നെയാണ് അലമ്പാക്കുന്ന ആൾക്കാർ. ഇവർ വരണ വരെ അടിപൊളിയായിട്ട് കിടക്കുകയും ചെയ്യും. ഇത് ഒരു തലയ്ക്കുന്ന ഞാൻ ചെയ്യും, ഒരു തലയ്ക്കുന്ന ഇവർ അലമ്പാക്കും, ഒരു തലയ്ക്കുന്ന ഞാൻ അങ്ങനെ ഒതുക്കി വയ്ക്കും. ഞാനിട്ടിങ്ങനെ വഴക്ക് പറയുകയും ചെയ്യും കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. എന്നിട്ട് എല്ലായിടത്തും അടിച്ച് വാരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷാജേട്ടന് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് നമ്മളിതിന് നിൽക്കുന്നത്. ഇനി അത് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ മുന്നേ കഴുകൽ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് അങ്ങോട്ട് കൊണ്ട് വെക്കാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടിച്ചു വാരിയിടൽ കഴിഞ്ഞു. എന്നിട്ട് വണ്ടിയിലേക്ക് കയറ്റി പാത്രങ്ങൾ എന്നിട്ടാട്ടോ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഫസ്റ്റിലെ ഒരു കടുന്നൽ വന്നിട്ട് കുത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വന്ന് കുത്തി പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കടച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പേടിച്ചോടി പിന്നെ രണ്ടാമത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടായിരിക്കും. കടുന്നൽ കുത്തിയിട്ട് ഒരു പ്രാവശ്യം ചെറുതിലുണ്ടായി എൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വീങ്ങിയിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് കുത്തിയിട്ട്. അതിൻ്റെ ശേഷം എനിക്ക് ആ സാധനത്തിന് വലിയ പേടിയാണ്. ഇപ്പോൾ അടുത്ത ദിവസം കയ്യിന് കുത്തും കൂടെ കിട്ടിയപ്പോൾ തൃപ്തിയായി. ഇനി തുടയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അങ്ങോട്ട് തുടച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം നമ്മുടെ അകത്ത് നിന്നൊക്കെ തുടച്ചിട്ട് അടുക്കളയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുക. ബെഡ് ഇടാത്തതുകൊണ്ട് തന്നെ ആ ബെഡിൻ്റെ മേലുള്ള പൊടിയും കൂടെ ഞാൻ ആ മോപ്പുകൊണ്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മാറാല തട്ടിയതിൻ്റെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കാൻ വിചാരിച്ചു. ഇന്ന് പൂജിട്ടയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് നമ്മൾ ഫുഡാണ് ഇപ്പോൾ മെയിനായിട്ട്. പൂജിട്ടയ്ക്ക് ഫുഡ്, ഡ്രസ്സ് അങ്ങനത്തെ കാര്യത്തിനോടൊക്കെ ആയിട്ട് അവൾക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഡ്രസ്സ് എടുത്തിട്ടില്ല, ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അവൾക്ക്. അവളുടെ ചെരുപ്പ് ഡെയിലി യൂസിന് സ്കൂളിലേക്ക് ഇടുന്ന ചെരുപ്പ് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെരുപ്പ് മേടിച്ചു. ഇനിയിപ്പോൾ ടോപ്പ് എടുക്കാന്ന് വയ്ക്കുന്നത് നമുക്ക് അടുത്ത മാസം നമ്മുടെ ഇവിടെ ഉത്സവമാണ്, തട്ടകത്ത് ഉത്സവമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിലെ ഉത്സവം, ഷാജൻ്റെ അവിടെ ഒക്കെ ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഡ്രസ്സ് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാം. പിറന്നാളിൻ്റെ അന്ന് ഞാൻ പറഞ്ഞില്ല, അവൾക്ക് പിന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കല്യാണമുണ്ട്. സദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. മറ്റേ നമ്മുടെ വീട്ടിൽ പിറന്നാൾ ആണ് കേട്ടോ. ഇലയത്ത് ഇലക്കെട്ട്, ഇലയത്തല്ല ഇലക്കെട്ട് വിളമ്പി, വിളക്കത്ത് വിളമ്പി അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ബർത്ത്ഡേയുടെ അന്ന് പിന്നെ എനിക്ക് ജോലിയൊക്കെ കിട്ടിയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു, ജോലിയൊക്കെ കിട്ടിയതിൻ്റെ ശേഷമാണ് പിന്നെ വൈകിട്ട് ആഘോഷം തുടങ്ങിയത്. ബർത്ത്ഡേ അല്ല വെച്ചാൽ ലീവ് കിട്ടില്ലല്ലോ നമുക്ക്. അത് കാരണം വൈകിട്ടാവും കേക്ക് മുറിക്കൽ, ഫുഡ് കഴിക്കും, പുറത്ത് പോവും. ഞങ്ങൾ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും വെറുതെ ഒന്ന് വളാഞ്ചേരി പോയിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ളതൊന്ന് കഴിച്ചിട്ട് വരും, ഡ്രസ്സ് എടുക്കും, കേക്ക് മുറിക്കും. ഇതാണ് നമ്മുടെ പിറന്നാൾ ആഘോഷം. അപ്പോൾ പ്രാവശ്യം തന്നെ നമുക്ക് അടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ നമുക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ നടന്നില്ല. പക്ഷേ ഡ്രസ്സ് എടുക്കും എന്തായാലും. ഇന്നില്ല എന്നുള്ളൂ, നമുക്ക് ഇനി പോയി അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അവൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടി എന്നുള്ള കൺഫ്യൂഷനായിട്ടാണ്. പിന്നെ ഈ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോവാം എന്ന് വിചാരിച്ചിട്ട് ഉച്ചരിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അവൾ രാവിലെ പറഞ്ഞു കേക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കേക്ക് മുറിച്ചിട്ടില്ലെങ്കിൽ വലിയ സമാധാനക്കേടാ. വേറെ ഒന്നും വേണ്ട, കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ ഓക്കെ. അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ, സമാധാനം. എന്താ പറയുക, നമുക്ക് അല്ലെങ്കിൽ എന്തോ ഒരു പോലെ തോന്നും എനിക്ക്. നമ്മൾ ഉള്ള പോലെ ഉള്ള പോലെ ചെയ്യാം, ഇല്ലാത്തപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ പിള്ളേർക്ക് അങ്ങനെയുള്ള വാശിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്നത് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞു, ഷാജേട്ടൻ പോയിട്ടാ. ഇനി നമുക്ക് പിള്ളേർ ഉച്ചയ്ക്ക് വരുന്ന പറഞ്ഞല്ലോ, അപ്പോഴേക്കും നമുക്ക് ഫുഡ് റെഡിയാക്കണം. ഫുഡിലേക്ക് വേണ്ടിയിട്ട് റൈസും ചിക്കൻ ചില്ലിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചില്ലിക്കുള്ളത് ഞാൻ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ ഇറച്ചിയൊക്കെ കഴുകിയിട്ട് അതൊക്കെ മസാല പുരട്ടി വെച്ചു. നമ്മൾ മുന്നേയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ചിക്കൻ ചില്ലിയുടെ സെയിം റെസിപ്പിന്. പിന്നെ ഒരു റൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കച്ചമ്പ്. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് വേഗം ഫുഡ് ഉണ്ടാക്കാം. എനിക്ക് ആദ്യം ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി അങ്ങോട്ട് കഴിയണം കേട്ടോ. എന്നിട്ട് കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം. പിന്നെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയാവില്ല. അപ്പോൾ ഞാൻ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കഴുകി വെച്ചുകൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നു. മറ്റേത് ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് പൂജുട്ടിയുടെ ബർത്ത്ഡേ ഇങ്ങനെ ഓരോ വയസ്സ് കൂടുമ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ എന്ന് വിചാരിക്കും. അവൾ ഉണ്ടായതിൻ്റെ ശേഷമാണ് എൻ്റെ ലൈഫ് ഒന്ന് കളറായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കുട്ടികളെ പറഞ്ഞാൽ. ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള പിള്ളേരൊക്കെ കൊണ്ടുവന്ന് കണ്ണെഴുതിച്ച് പൊട്ടിച്ച് എനിക്ക് അപ്പുറത്തെ നല്ല എനിക്ക് കുട്ടികളെ കണ്ട ജീവനാണ്.
അപ്പോൾ കണ്ണെഴുതി ഒടിപ്പിച്ച് കൊടുക്കുക. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ പിള്ളേർക്കും പെരുന്നാളായിക്കോട്ടെ എന്തെങ്കിലും ആഘോഷമായാലും മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള എൻ്റെ നാട്ടിലുള്ള ഒട്ടുമിക്ക കുട്ടികളെ കേട്ടോ. അപ്പം അങ്ങനെ എനിക്കിഷ്ടമാണ് ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇഷ്ടം. പക്ഷെ ഒരുക്കി നടക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെല്ലാം ഇഷ്ടം. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കത് അങ്ങനെയൊക്കെ ആയിട്ട് അവനെ കിട്ടിയില്ല. അപ്പം അതിൻ്റെ ശേഷമാണ് പൂജിറ്റി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് കടന്ന പോലെയായിരുന്നു. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റിൽ ഉണ്ണി പോയതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിപ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങോട്ട് ഇല്ല. എനിക്ക് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു ഏജിൽ എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഉണ്ടായിടത്തോളം മൊത്തം വിഷമങ്ങളായിരുന്നു. നമ്മുടെ ലൈഫൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇല്ലായും കഷ്ടപ്പാടേണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോൾ ടോട്ടലി ഇങ്ങോട്ട് മാറി വെച്ചാൽ നമുക്ക് ഹസ്ബൻഡ് വൈഫും തമ്മിലുള്ള പ്രശ്നത്തെക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയായി അബോർഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം പറഞ്ഞാൽ എനിക്കത് തീരാത്തൊരു ദുഃഖമാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് പോവും. അതുകൊണ്ട് തന്നെ അപ്പോൾ പൂജിറ്റി വന്നതിൻ്റെ ശേഷം ഇവൾ ഓരോ ഏജ് കൂടുന്നിടത്തോളം ഞാൻ ഒന്നും കൂടെ ഹാപ്പി ആവുകയാണ്. എന്താ വെച്ചാൽ എനിക്കിവൾ ഫ്രണ്ടാണോ ചോദിച്ചാൽ ആണ്. എനിക്ക് ചില സമയത്ത് അമ്മയാണ്, എൻ്റെ ചേച്ചിയാണ്, എൻ്റെ അനിയത്തിയാണ്, എല്ലാം ആണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കൂതറത്തരങ്ങളും നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് സർക്കിളിലുള്ളവർ തമ്മിലുള്ള കൂതറത്തരങ്ങൾ മൊത്തം ഞങ്ങൾ തമ്മിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തൊരു ഫ്രണ്ടിൻ്റെ ആവശ്യം ഇവിടെ കുറച്ച് വൈകുന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് അതിനേക്കാട്ടിൽ അടിപൊളി. എന്താ വെച്ചാൽ ഏജ് ആവണോടത്തോളം നമുക്ക് കൂടെ കമ്പനിക്ക് എന്നുള്ള ലെവലിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു സംഭവമാണ്. അത് പൂജിറ്റയുടെ ഫ്രണ്ട്സും പറയും, എൻ്റെ ഫ്രണ്ട്സും പറയും, എല്ലാവരും പറയും കേട്ടോ. ഇങ്ങനെ നിൽക്കാൻ എങ്ങനെ പറ്റണം എന്നുള്ളത് അതെനിക്കും അറിയില്ല. കണ്ണൻകുട്ടി അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും അങ്ങനെ തന്നെയാണ്. അവൻ്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കാണ്, കെയറിങ്ങും സ്നേഹവും അപ്പുറത്തേക്കാണ്. പക്ഷേ ഈ പെൺകുട്ടികളുടെ കൂട്ട് വേറൊരു സംഭവമാണല്ലോ. അവൻ എന്നെ നോക്കാൻ അവനെ കഴിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ കമ്പനിക്ക് ഞാനും പൂജിട്ടിയും അങ്ങനെയാണ്. 2 മക്കളും 2 ലെവലിലാണ്. എന്നാൽ ഞങ്ങളൊരു കെട്ടാണ്, അങ്ങനെയാണ് ഉദ്ദേശം. അല്ലാതെ ഒരാളിട്ടിട്ട് ഒരാളെന്നല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ടോട്ടലി അങ്ങോട്ട് സെറ്റായി, കളറായി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണൻകുട്ടിയും വന്നു. അങ്ങനെ കേട്ടോ. പക്ഷെ ഓരോ ഏജ് കൂടുമ്പോഴും എനിക്ക് തോന്നും ഇവരൊക്കെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയില്ലേന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ വരും ചില സമയത്ത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ അമ്മമാർക്കും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ആൺകുട്ടികൾ വലുതാകുമ്പോൾ അവരവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറുമ്പോൾ അതും നമുക്ക് അങ്ങനെ മാറണം ഒക്കെ വേണം. പക്ഷെ നമുക്ക് പിന്നെ നമ്മൾക്ക് ആരാ എന്നുള്ളൊരു ചോദ്യചിഹ്നം വരുമ്പോൾ ഇത്രയും ബോണ്ടാവുമ്പോഴാണ് കേട്ടോ, അത്രയും നമ്മൾ അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് പ്രശ്നം. അല്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല. ഞാനും എൻ്റെ അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കൈ പിടിച്ചിട്ടാണ് ഇതൊക്കെ. ആ കൈ വിടില്ല. ഇവിടുന്ന് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തണ വരെയും ഞാനും അമ്മയും പിടിച്ചാൽ കൈയും വിടില്ല. അതേപോലെ തന്നെയാണ് പൂജിറ്റി ആണെങ്കിലും കണ്ണൻകുട്ടി ആണെങ്കിലും. ആ ഒരു കൈ പിടുത്തത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് എന്തൊക്കെയോ ഒരു ബോണ്ടിങ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അവൻ്റെ പൂജിറ്റിയുടെ ബർത്ത്ഡേയുടെ അന്ന് പുറത്ത് പോയിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഫംഗ്ഷനൊന്നും ഇപ്പോഴത്തെ ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് ഇനിയുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉഷാറായിട്ട് എടുക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെ കുഞ്ഞൊരു ബിരിയാണിയൊക്കെ വെച്ച് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സ് നമുക്ക് വാങ്ങുമ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുന്നത്. ഇവിടെ പിള്ളേർ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സങ്കടമില്ല. ഇപ്പോൾ ഒരു ചെരുപ്പുണ്ടെങ്കിൽ ആ ചെരുപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഞാനും കണ്ണൻകുട്ടിയായാലും പൂജിറ്റിയാണെങ്കിലും ഞങ്ങൾക്ക് കല്യാണത്തിനാണെങ്കിലും മരണ വീട്ടിലേക്കാണെങ്കിലും വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും എല്ലായിടത്തേക്കും ഞങ്ങൾക്ക് ഒരു ചെരുപ്പ് തന്നെ ഉള്ളൂ. അങ്ങനെ ഇന്ന ചെരുപ്പ് എന്നോടത്തേക്ക് വേണമെന്നോ അങ്ങനെയുള്ള വാശിയൊന്നും ഇപ്പോഴത്തെ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പിള്ളേർ സാധാ സ്കൂളിൽ കയറുന്ന ചെരുപ്പ് കല്യാണത്തിനിടില്ല, അവർക്ക് അതിന് വേറെ വേണം, ട്രിപ്പിന് വേറെ വേണം. അങ്ങനെയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വെച്ചാൽ നമ്മുടെ ഇല്ലായും വല്ലായും മക്കൾക്ക് അറിയണോണ്ടായിരിക്കും. അതന്നെ വലിയൊരു സമാധാനം. ഞാനും തന്നെ ഞാനൊക്കെ എത്രയോ കൊല്ലം വരെ പണ്ടൊക്കെ ഒരു 50 രൂപയുടെ ചെരുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വെച്ചിട്ടാണ് ഒരു 200-250 രൂപയുടെ ചെരുപ്പിൻ്റെ മേലെ ആകുമ്പോഴേക്കും എനിക്ക് ടെൻഷനാണ്. അയ്യോ കാലം പാടാനുള്ള ചെരുപ്പൊക്കെ 250ൻ്റെ മേലൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പാടാണ്. ഡ്രസ്സ് എടുക്കണത് തന്നെ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. ഒരു 500 മാക്സിമം നമ്മളൊരു ഓണം അങ്ങനെ കല്യാണം അങ്ങനത്തെയൊക്കെ 1000 രൂപയുടെ അങ്ങനെയൊക്കെ എടുക്കുള്ളൂ. അല്ലാത്തതിൻ്റെ റേറ്റ് കുറഞ്ഞ് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കും.
അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അല്ലെങ്കിൽ മീഷോന്ന് നമ്മൾ ഡെയിലി യൂസിൻ്റെ ഒക്കെ 99-80 100 സംതിങ്ങിൻ്റെ അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മിക്കതും സാരിയൊക്കെ വെട്ടിയിട്ട് ഞാനിതിലിടുന്ന മിക്ക ടോപ്പും സാരി വെട്ടിയിട്ടൊക്കെ തുന്നണ ടോപ്പുകളാണ് കേട്ടോ. അല്ലാത്തൊക്കെ പിന്നെ ഓഫീസിലേക്കൊക്കെ പണ്ടൊക്കെ വാങ്ങി. എൻ്റെ ഡ്രസ്സ് ഒരിക്കലും ചീത്തയാവില്ല എന്നല്ല കേട്ടോ, ഞാൻ അങ്ങനെ നോക്കും. അതുകൊണ്ട് തന്നെ ഡ്രസ്സുകൾ ഒരുപാട് എൻ്റെ നിന്ന് മിസ്സായി പോവില്ല. കൊടുക്കും ഞാൻ, വേണ്ട എൻ്റെ അടുത്തുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. എൻ്റെ കൂടെയുള്ളവർക്കോ എനിക്ക് അങ്ങനെ ചോദിക്കണവർക്കോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ കൊടുക്കും എന്നല്ലാതെ നാശാക്കി കളയില്ല. അവിടെ ഉണ്ടാവും. അപ്പോൾ അത് എത്രയും കാലം കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അതവിടെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞാൽ മതി. നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പീസ് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ ചിക്കൻ പൊരിക്കണേൻ്റെയും നമ്മൾ കാണിച്ചു തന്നെയാണ്. അപ്പോൾ അവർ വരുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് കേട്ടോ. ഈ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ മുന്നേ അവരെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കണ്ണൻകുട്ടി അവൾക്ക് മുട്ട പപ്സും പിന്നെ എന്തോ ഐസ്ക്രീമൊക്കെ ആയിട്ട് അവൻ്റെ ചിലവ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ഐസ്ക്രീം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വീഡിയോ ഓണാണെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഓഫായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഫുഡായിട്ടും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. ബിരിയാണിയും ഇതിങ്ങനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. മസാല വേണ്ടെന്ന് വെച്ചാൽ പഠിപ്പിച്ചിട്ട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ പിള്ളേർ സ്കൂളിൽ നിന്ന് ഇപ്പോൾ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻകുട്ടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റൈസും ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ അങ്ങനെ വെച്ചത്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണേ. അടിപൊളിയായിരുന്നു കേട്ടോ റൈസും. ചില അരിയുടെ ഗുണം കൂടെ ഉണ്ട് നമ്മൾ ബിരിയാണി വെക്കുക എന്നുള്ളതിൽ. ഈ അരി നല്ലതായിരുന്നേ. നമ്മൾ ലീമാക്സിൽ നിന്ന് വാങ്ങിയ അരി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് അവിടെ നിന്നല്ല, അത് പുറത്തുനിന്ന് വേറെ വാങ്ങി. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ചില്ലി സൂപ്പറായിരുന്നു കേട്ടോ. അതും കച്ചമ്പറും പിന്നെ നമ്മുടെ മാങ്ങച്ചാറും കൂടെ കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഫുഡ് ഇങ്ങനെ ഉച്ചയ്ക്ക് ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു. ഒക്കെ ഒന്നുമില്ലെങ്കിൽ രാത്രി ആയിരിക്കും. അമ്മയൊക്കെ ഉണ്ട്. അമ്മയുടെ അടുത്തൊക്കെ ആകുമ്പോൾ അമ്മ ഉച്ചയ്ക്ക് സദ്യയൊക്കെ വിളമ്പി വിളക്കത്തൊക്കെ വെച്ച് അമ്മയാണ് ഈ പിറന്നാളിൻ്റെ ആൾ. അമ്മയ്ക്ക് അത് കഴിച്ചേ പറ്റുള്ളൂ. അമ്മ ഞങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ പിറന്നാളിനും കൂടെ വന്ന അമ്മ ഇലട്ട് തന്ന അമ്മ വിളമ്പി തന്ന അമ്മയ്ക്ക് അങ്ങനെ ചെയ്താലേ തൃപ്തിയാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ പിറന്നാളിൻ്റെ അന്ന് ആൾക്ക് അവിടെ കല്യാണം ഒഴിച്ചു കൂടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പിറന്നാൾ മിസ്സാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ അതേ കഴിക്കേണ്ടായിരുന്നുള്ളൂ. എനിക്കും അങ്ങനെ കേട്ടോ ഇഷ്ടം. സദ്യയൊക്കെ ആക്കി ഇലയിൽ വിളമ്പി വിളക്കത്തൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു നമ്മുടെ അമ്മ ചെയ്തുകൊണ്ടായിരിക്കും നമുക്കൊരു തൃപ്തിയുള്ളൂ. പിന്നെ നമ്മൾ പറ്റാത്ത കേസാകുമ്പോഴാണ് ബർത്ത്ഡേ ആഘോഷിക്കുക. അതും നൈറ്റ് പുറത്ത് പോയി ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെയാണ്. വീട്ടിലധികം അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ആദ്യമായിട്ടാണ്. അതും ഈ പകല്. പിന്നെ രാത്രിയിലേക്ക് വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ രാത്രിയാണെങ്കിലും നമ്മളൊക്കെ തന്നെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നേരം വെള്ളമൊന്നും കുടിക്കാണ്ടിരുന്നിട്ടാണ് തോന്നുന്നു എൻ്റെ തരിപ്പ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അസലായിട്ട്. ആ തരിപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തിന് ആ ചുമ നിൽക്കില്ലല്ലോ. ഇത് ആസ്വദിക്കുക കഴിക്കുകയും ചെയ്തു, ചുമ കയറുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻകുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അവനും പൂച്ചട്ടിക്കും ഈ ബിരിയാണി ഇങ്ങനത്തെ സംഭവങ്ങൾ ഫുഡ് ഐറ്റംസാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ എത്ര സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആഘോഷിക്കുക ഫുഡ് കഴിച്ചിട്ട്, അല്ലെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെയാവും. അപ്പോൾ ഈ തരിപ്പ് പോയത് ഈ സമയത്ത്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് റൈസ് കൂടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിലേക്ക് നമ്മളൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ ആവും. കണ്ണൻകുട്ടി എൻ്റെ ഇടയിൽ കഴിക്കും. അപ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ചു ഇനി പിള്ളേരാരെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് കണ്ണൻകുട്ടിയുടെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയ ചെരുപ്പ് കാണിച്ചു കൊടുത്തു കേട്ടോ. എനിക്ക് എനിക്ക് ആ കേക്ക് മുറിക്കാത്തതിന് വലിയ വിഷമം. എനിക്ക് ഇവളോട് പറയാതെ പോയി വാങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങളും കണ്ടതല്ല, അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഇവിടുന്ന് ഓടണം ഞാൻ വളാഞ്ചേരി വരെ. അപ്പോഴേക്കും ഇവർക്ക് വരുമ്പോഴേക്കും ഫുഡ് ആവില്ല. അതുകൊണ്ട് എനിക്ക് കേക്ക് വാങ്ങാൻ മിസ്സായത്. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു ബർത്ത്ഡേ വ്ലോഗ് ഇതുള്ളൂ, ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ കേക്ക് മുറിക്കണ്ടെന്ന് പറഞ്ഞു. അവളെപ്പോഴും മുറിക്കലുണ്ട്, എല്ലാ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കലുണ്ട്. ഈ നേരം വരെ ഞാൻ പറഞ്ഞു നമുക്ക് പോവാൻ വാങ്ങിയിട്ട് വരാം കേക്ക് മുറിക്കാൻ. എന്താ വെച്ചാൽ എല്ലാ കൊല്ലം കേക്ക് മുറിക്കാറുണ്ട്. എനിക്ക് അത് മുറിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഫുള്ളാവാത്ത പോലെ തോന്നും. നമ്മളങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വലിയ ആർഭാടോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ ഈ കേക്ക് മുറിക്കും, ഡ്രസ്സ് എടുക്കും, അങ്ങനെയൊക്കെ. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവളുടെ ചെരുപ്പ് പൊട്ടയായിരുന്നു കേട്ടോ. സ്കൂളിലേക്ക് ഡെയിലി യൂസിന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ പൂരം ഒക്കെയാണ്. അപ്പോൾ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. പൂരത്തിനിടാൻ വേണ്ടി ബിരിയാണി വെച്ചു. പൂച്ചിട്ടയ്ക്ക് പിന്നെന്താ ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഇടയിൽ കഴിക്കൽ കഴിഞ്ഞു. കണ്ണൻകുട്ടിയുടെ ഗിഫ്റ്റായിട്ട് പപ്സും പിന്നെ ഐസ്ക്രീമും ഒക്കെ കുഞ്ഞു അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടും കേക്ക് മുറിക്കാൻ വേണ്ടി എനിക്ക് കേക്ക് മുറിക്കണമല്ലേ. ഞങ്ങളുടെ ചെറുതിലൊന്നും ഞങ്ങൾക്ക് കേക്ക് മുറിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അമ്മ എത്ര അല്ലെങ്കിലും ഇലട്ട് സദ്യ വിളമ്പി, ഞാൻ പറയാറില്ലേ അരിയും പൂവൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ വിളക്കത്ത്
ചോറ് വിളമ്പി അങ്ങനെയൊക്കെ കേട്ടോ. അമ്മയ്ക്ക് അതാണ് വലിയ ഇത്. എനിക്ക് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ബർത്ത്ഡേക്ക് എന്താ വെച്ചാൽ ഞാൻ ജോലിക്കൊക്കെ പോണ സമയമാകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്യാറ്. അപ്പം ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുക, നോണൊക്കെ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വെക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തൊന്ന് പോവുക, ഡ്രസ്സ് പിന്നെ ഞാനും പൂജട്ടിയും അങ്ങനെ ഡ്രസ്സിൻ്റെ മെയിൻ ആൾക്കാരായതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ സമയത്ത് എടുക്കുക. നമ്മുടെ അടുത്ത് കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ എടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് പോവുക, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞതായിട്ട് ആഘോഷിച്ചു. അപ്പം നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.